നമസ്കാരം. ഓം ഓം ഓം. കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം എട്ടാം സർഗത്തിലെ 7 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയോടുകൂടി സുതീഷ്ണ മഹർഷിയോട് യാത്ര ചോദിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ യഥോചിതം സൽക്കരിച്ചു, അതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇനിയിപ്പോൾ ഈ ദണ്ഡകാരണ്യത്തിലുള്ള മറ്റുള്ള മുനിമാരെയും കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടം വിട്ടുപോകുവാൻ ഞങ്ങൾക്ക് അനുജ്ഞ നൽകിയാലുമെന്ന് മഹർഷിയോട് അനുവാദം ചോദിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 8, 9 ശ്ലോകങ്ങൾ. അവിഷഹ്യാതപോയാവത് സൂര്യോ നാതിവിരാജതേ അമാർഗേണാഗതാം ലക്ഷ്മിം പ്രാപ്യേവാന്വയവർജിതഃ. താവദിച്ഛാമഹേ ഗന്തും ഇത്യുക്താ ചരണൗ മുനേഃ വവന്ദേ സഹ സൗമിത്രിഃ സീതയാ സഹ രാഘവഃ. 8, 9 ശ്ലോകങ്ങളുടെ അർത്ഥം. അധർമ്മമാർഗത്തിലൂടെ ധനം സമ്പാദിച്ച ദുഷ്പ്രഭുവിനെ, അതായത് അന്വയവർജിതനാൻ കുലമഹിമയില്ലാത്തവനെ പോലെ അസഹ്യമായ ആതപത്തോടു കൂടിയവനായി സൂര്യൻ വിരാജിക്കുന്നതിന് മുൻപ്, അതായത് ഉച്ചയാകും മുൻപ് യാത്ര ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് സീതയോടും ലക്ഷ്മണനോടും കൂടി രാഘവൻ മുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ശ്ലോകം 10. തൗ സംസ്പ്യചന്തൗ ചരണാവുത്ഥാപ്യ മുനിപുംഗവഃ ഗാഠമാശ്ലിഷ്യ സസ്നേഹം ഇദം വചനമബ്രവീത്. കാലുകളിൽ തൊട്ടു വന്ദിക്കുന്ന അവരെ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച് മഹർഷി ഗാഠമായി ആശ്ലേഷിച്ചിട്ട് സസ്നേഹം ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 11. അരിഷ്ടം ഗച്ഛബന്ധാനം രാമസൗമിത്രിണാ സഹ സീതയാ ജാനയാ സാർത്ഥം ഛായയേവാനുവൃത്തയാ. വഴിക്ക് യാതൊരു ക്ലേശവും ഉണ്ടാകാതെ അല്ലയോ രാമ, സൗമിത്രിയോടും നിഴൽ പോലെ അനുവർത്തിക്കുന്ന സീതയോടും കൂടിയുള്ള യാത്ര സുഖമാകട്ടെ. ശ്ലോകം 12. പശ്യാശ്രമപദം രമ്യം ദണ്ഡകാരണ്യവാസിനാം യേഷാം തപസ്വിനാം വീര തപസാ ഭാവിതാത്മനാം. ശ്ലോകം 12ൻ്റെ അർത്ഥം. ദണ്ഡകാരണ്യവാസികളായ ഈ തപസ്വിമാരുടെ ആശ്രമപദം ചെന്ന് കണ്ടാലും ഈ തപസ്സുകൾ തപസ്സുകൊണ്ട് ബ്രഹ്മജ്ഞാനം നേടിയവരാണ്. 13, 14, 15 ശ്ലോകങ്ങൾ. സുപ്രാജ്യഫലമൂലാനി പുഷ്പിതാനി വനാനി ച പ്രശാന്ത മൃഗയൂഥാനി ശാന്തപക്ഷിഗണാനി ച പുല്ലപങ്കജഖണ്ഡാനി പ്രസന്നസലിലാനി ച കാരണ്ഡവ വികീർണാനി തടാകാനി സരാംസി ച
ദ്രക്ഷ്യസേ ദൃഷ്ടിരമ്യാണി ഗിരിപ്രസ്രവർണാനി ച രമണീയ അരണ്യകാനാനി മയൂരാഭിരുതാനി ച. 13, 14, 15 ശ്ലോകങ്ങളുടെ അർത്ഥം. സമൃദ്ധമായി ലഭിക്കുന്ന ഫലമൂലങ്ങൾ, പുഷ്പിതവനങ്ങൾ, പ്രശാന്ത മൃഗക്കൂട്ടങ്ങൾ, ശാന്തങ്ങളായ പക്ഷിക്കൂട്ടങ്ങൾ, വിരിഞ്ഞ താമരപ്പൂക്കളോടുകൂടിയതും തെളിഞ്ഞ സലിലത്തോടുകൂടിയതും നീർക്കോഴികൾ വിഹരിക്കുന്നതുമായ സരസ്സുകൾ, തടാകങ്ങൾ എന്നിവയും മലയരുവികളും കേകാരവങ്ങൾ മുഴങ്ങുന്ന രമണീയ വനങ്ങളും കണ്ട് ആനന്ദിക്കാം. ശ്ലോകം 16. ഗമ്യതാം വത്സസൗമിത്രേ ഭവാനപിത ഗച്ഛതു ആഗന്തവ്യം ചതേ ദൃഷ്ട്വാ പുനരേവാശ്രമം പ്രതി. യാത്ര പുറപ്പെടുക, എൻ്റെ ആശ്രമത്തിലേക്ക് വീണ്ടും വരണം. സൗമിത്രേ, ഭവാനും പുറപ്പെട്ടാലും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.